ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരാണുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് ഐക്യയിലോട്ടേക്ക് പോകണം. സോ ഐക്യ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സ്വീഡിഷ് ബേസ്ഡ് റെഡി ടു അസംബിൾ ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് കാവ്യാണ്. കാവ്യ ആരാന്ന് അറിയാത്തവർക്ക് ഷീ ഈസ് മൈ വൈഫ്. അപ്പോൾ ഇതാണ് കാവ്യ. സോ വി ആർ അബൌട്ട് ടു സ്റ്റാർട്ട്. സോ കാർ ഇപ്പോൾ ജസ്റ്റ് ഫ്ലാറ്റിൻ്റെ പുറത്തേക്ക് വന്ന് അപ്പൊ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. അപ്പൊ ഇവിടെ ഇന്നലെ മഴയൊക്കെ പെയ്തു, അപ്പൊ ചെറിയൊരു തണുപ്പുണ്ട്. ഇപ്പൊ വെയിൽ വന്നു തുടങ്ങി. ഇവിടെ കണ്ട പൂവൊക്കെ. വലിയ പാർക്കിംഗ് അല്ല ഇതൊക്കെ. ബൈക്സ് ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഐക്യയിലോട്ടേക്ക് എത്തി. ഓക്കെ, സോ ഇതാണ് ഐക്യ. ജസ്റ്റ് ചുറ്റുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഭയങ്കര സ്പേഷ്യസ്, ഏക്കേഴ്സ് കണക്കിന് ലാൻഡിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഐക്യ എന്ന് പറയുമ്പോൾ വേൾഡ്സ് ലാർജസ്റ്റ് റെഡി ടു അസംബിൾ ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഏകദേശം വേൾഡിലെ 1% വുഡ് യൂസ് ചെയ്യുന്ന ഐക്യയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവർ സ്വീഡിഷ് ബേസ്ഡ് ആണ്. സ്പ്രെഡ് ഓവേഴ്സ് ഇന്ത്യയിൽ ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ്, പിന്നെ മുംബൈ, ബാംഗ്ലൂരും ഒക്കെ സ്പ്രെഡായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാവ്യൻ്റെ അടുത്ത് ചോദിച്ചോ. എൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചുള്ള ഫേർണിച്ചേഴ്സ് മുതൽ ഹൈ ക്ലാസ് ആയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണമെങ്കിൽ അങ്ങനെയുള്ളത് വരെ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് അവർ റിസൈക്കിൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ കൂടുതലും പ്രോഡക്ട്സ് ഉള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഡെക്കോർ, അടിപൊളിയായിട്ടുള്ള ഫേർണിച്ചേഴ്സ്, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി ഇങ്ങോട്ടേക്ക് കാണാം. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് നടക്കാം. ഇതാണ് എൻട്രൻസ്. കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ബേസിക്കലി ഇവിടെ ഒരു മെട്രോ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, അത് ആ മെട്രോ ലൈനാണ്. ആ മെട്രോ നേരെ ഇങ്ങോട്ടേക്കാണ് ഇറങ്ങുക. അപ്പോൾ അങ്ങനെ കുറേ ക്രൗഡ് സോഴ്സ് ആവുന്നുണ്ട് ഇവിടെ. ഇതാണ് എൻട്രൻസ്. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ഇപ്പോൾ ഉള്ളിലെത്തിയിട്ട് കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ. ഇതിനൊക്കെ 2090, ബട്ട് നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ എന്താ പറയുക, മേക്ക് യുവർ ഓൺ ഡിവൈസസ്, മീൻസ് പാർട്സ് ആയിട്ട് വരാം, നമ്മൾ അസംബിൾ ചെയ്യുന്നുണ്ട്. ഈ മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു. Sand time. Hourglass. Yeah, hourglass. നല്ല നൈറ്റ് ലാമ്പ്. ഇതാന്ന് തോന്നുന്നു. എല്ലാ റേഞ്ചിലും ഉണ്ട്. ഇത് കണ്ട 2 സീറ്റർ 17K ആണ്.
ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പം സോഫ സെലക്ട് ചെയ്ത്, അപ്പോൾ സോഫയിൽ ഞാൻ സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് ഓപ്ഷൻ സെലക്ട് ചെയ്ത്, അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എൽ ഷേപ്പ് സോഫയാണ് എടുത്തത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ അവർ റിക്വയർമെൻറ്റ്സ്. എന്നിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സമ്മറൈസ് ചെയ്ത്, എന്നിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇറ്റ്സ് വെരി യൂസർ ഫ്രണ്ട്ലി. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം എനിക്ക് സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്ന്, എന്നിട്ട് അത് സേവ് ചെയ്ത് ചെക്കൗട്ട് ആവും, എന്നിട്ട് അത് വാലിഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതൊക്കെ എന്ത് രസമാണ്. ഇതൊക്കെ ഓരോരോ ടൈപ്സ് ഓഫ് ബെഡ്റൂംസ് ആണ്. മീൻസ് നമ്മൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വാർഡ്രോബ്സും ഫോട്ടോ ഫ്രെയിംസൊക്കെ നല്ല രസമല്ലേ ഫോട്ടോ ഫ്രെയിംസ്. എസ്പെഷ്യലി ദിസ് ഹാങ്ങിങ് ലൈറ്റ്, ഇറ്റ്സ് റിയലി ഗുഡ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വരണം. അവിടെ ഒന്ന് ഇരിക്കും, ചിലപ്പോൾ ഫോട്ടോ കേട്ടോ. കിഡ്സിനല്ലേ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ടോ നല്ല. ഇതൊക്കെ കണ്ടില്ലേ ഓരോരോ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ക്രീപ്പേഴ്സ്. അതായത് നമുക്കിത് ഔട്ട്ഡോർ സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ നല്ല രസമുണ്ട്. ഓരോ വെയിറ്റിലാണ് പോയിൻസും, നല്ല നാച്ചുറാലിറ്റി ഇല്ലല്ലേ. ഇറ്റ്സ് റിയലി ഗുഡ്. ചെറിയ ചെറിയ ഇൻറ്റീരിയർ പ്ലാന്റ്സും എല്ലാം ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഗൈസ് ഇത് കണ്ട, വി ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ്. നല്ല രസമല്ലേ ഈ ഗാഡ്ജറ്റ്. ലൈക്ക് ഒരു ഷോ പീസൊക്കെ ആയിട്ട് വെക്കാം, പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് കണ്ട കിഡ്സിൻ്റെ ചെയർസൊക്കെ, അതായത് മെച്യൂർ ആയിട്ടുള്ള കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ബേബീസിനൊക്കെ പറ്റിയ എല്ലാ ടൈപ്പ് ഓഫ് ഗാഡ്ജറ്റ്സും ചെയർസും എല്ലാം ഇവിടെ ഉണ്ട്. ഈ ഡൈനിങ് ടേബിൾ നല്ല രസമില്ലേ, ഫ്ലവേഴ്സും വേസിൻസൊക്കെ ആയിട്ട്. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? 15K. ഇത് ഈ കംപ്ലീറ്റ് ഈ ടേബിളുണ്ട്. It has a tabletop 11.6. It has an underframe 13.8. എല്ലാ വർക്കിംഗ് എംപ്ലോയീസിനുള്ള വർക്ക് സ്പേസ് സ്റ്റുഡിയോ. നമ്മളങ്ങനെ അവസാനം അലഞ്ഞ് നടന്ന് സ്വീഡിഷ് റെസ്റ്റോറൻറ്റിലോട്ടേക്ക് വന്നു. എന്ത് ക്രൗഡാന്ന് നോക്കി ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള സ്വീഡിഷ് ഡിഷസ്. അങ്ങനെ ഗൈസ് ഇതാ ഇവിടെ കണ്ട ഒടുക്കത്തെ തിരക്കാണ്, ഭയങ്കര ക്രൗഡഡ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ എടുത്ത്, സ്വീഡിഷ് ഫുഡ്. സോ ബേസിക്കലി ഇത് വെജ് റാപ്പാണ്, ചിക്കൻ മീറ്റ് ബോൺസ് പ്ലാറ്റർ, ചീസ് കേക്ക്, ചിക്കൻ നഗറ്റ്സ്, ഡാർക്ക് ചോക്ലേറ്റ് കുക്കി, പിന്നെ ചോക്കോ വാട്ട് യു സേ ചോക്കോ പോപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്.
കറക്റ്റ് പേര് അറിഞ്ഞൂടെ കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചീസ് കേക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? It's really good. നല്ല ടേസ്റ്റ്. ഇവിടെ കിടക്കട്ടെ. I confused about it. നഗറ്റ്സ് ട്രൈ ചെയ്യുന്നത്. അതിൽ കെച്ചപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ക്രിസ്പിയാണ്, സോഫ്റ്റ് ആണ്. ഈ മീറ്റ് ബോൾസിന്റെ ഈ സോസ് എന്താണെന്ന് അറിയോ നിനക്ക്? ചെറിയൊരു ബാർബിക്യൂ ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ. ഇത് പണ്ട് താങ്ക്സ് ഗിവിങ്ങിനൊക്കെ എനിക്ക് സ്കൂളിൽ ടർക്കി സ്ലൈസസിന്റെ കൂടെ ഇതിങ്ങനെ ഈ സോസ് തരും, പിന്നെ ഈ മാഷ് പൊട്ടേറ്റോസ്. ഇതൊരു കോമ്പിനേഷൻ തോന്നുന്നു. അതായിരിക്കും ഇതിനും ഫോളോ ചെയ്യുന്നുണ്ടോ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, എന്താ പറയുക, ടെൻഡർ എന്നൊക്കെ പറയില്ല, അതുപോലെ ഉണ്ട്. ലെറ്റ് മീ ടേസ്റ്റ് ഇട്ട്. മെൽറ്റ് ആവുന്നുണ്ട് വായിൽ. ഇനി നമുക്ക് ഈ വെജ് റാപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് കണ്ടോ, ലെയേഴ്സ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ആൻഡ് സീ. ഞാൻ ക്യാമറ അപ്പുറത്ത് നോക്കുമ്പോൾ സൗണ്ടിൻ്റെ ഇഷ്യൂ വരുന്നു, കുറേ നോയ്സ് ഒക്കെ വരുന്നു. ചീസും ഉണ്ട് വെജ് റാപ്പിൽ. Let's try this cheesecake. Cheesecake with jam apple. Mouth-watering, perfect dessert. നീ ട്രൈ ചെയ്ത് നോക്കൂ, എൻ്റെ ഫീഡ്ബാക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. മീറ്റ് ബോൾസിൽ വേണേൽ കുറച്ച് മാഷ് പൊട്ടറ്റോ. നീ എല്ലാം ടേസ്റ്റ് ചെയ്ത് ഫീഡ്ബാക്ക് പറയാം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഏതാണോ? വെജ് റാപ്പോ മറ്റേതെടുത്തു. അതിൽ കുറേ ലേയേഴ്സ് ഉണ്ടല്ലേ. ആ, ട്രൈ ചെയ്തോ. വേണേ കുറച്ച് ജാം എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു. ചീസ് കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ലൊരു ടെക്സ്ചർ. ഏത് ചീസ് കേക്കാ? നീ അപ്പൊ US ഇതുവരെ കഴിച്ചില്ലേ? അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇതാ ഇപ്പോഴത്തെ അവസ്ഥ. പൊടിയൊക്കെ ഇതിൻ്റെ മുകളിൽ. ഇത് കണ്ട ചെറിയ കിഡ്സിൻ്റെ റിക്ലൈനേഴ്സൊക്കെ, റോക്കിംഗ് ചെയർ, ഇതൊക്കെ ചെറുതാണ്, ചെറിയ കിഡ്സിന്. ഒക്കെ കഴിഞ്ഞു. നമ്മൾ ചെറിയ കുറച്ച് ഇൻറ്റീരിയർ ഡെക്കർ ഐറ്റംസ് ഒക്കെ മേടിച്ചു. അങ്ങനെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ ഓർമ്മിക്കണം.